അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ? നമുക്ക് സുഖമാണ്. പിന്നെ എന്താണ് പറയാൻ വെച്ചാൽ, നമ്മളൊരു വൈകുന്നേരത്തെ അല്ലെങ്കിൽ ഒരു 10 മണിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരക്കിഴങ്ങാണ് ഇത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി. ഇതിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ? എന്താ ഇതിൻ്റെ ഒരു മൊഞ്ച്. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ ആദ്യം. അപ്പോഴിതാ ഞാൻ കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഇങ്ങനെ നമുക്ക് മിക്സിയിലൊന്നും അരക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്നിങ്ങനെ സ്പൂണ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. കണ്ടോ ഇതേപോലെ. അപ്പോൾ ഇതേപോലെ ഉടച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്തെടുക്കാം. അപ്പോൾ അതിൽ കണക്കാക്കിയിട്ട് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ആട്ടയും കൂടെ ആണ് കൊടുക്കുന്നുള്ളത്. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. സ്പൂണ് നെയ്യും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ എന്നാൽ ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ കളറൊന്നും കൂട്ടിയതല്ല കേട്ടോ, മധുരക്കിഴങ്ങിൻ്റെ കളറാണേ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പാത്രം വെച്ചിട്ട് ഞാനൊന്ന് മുറിച്ചെടുക്കാനാണേ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മടക്കിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇതേ മോഡലാക്കിയിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് എണ്ണയിൽ പൊരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം പൊരിച്ച് പോരട്ടെ. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഒന്നും ചേർത്തിട്ടില്ല, അപ്പക്കാരൊന്നും ഇട്ടിട്ടില്ലേ. ഇങ്ങനെ എല്ലാം വറുത്തിട്ട് പോരട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ചമ്മന്തിക്ക് കൂട്ടാൻ കറി ഉണ്ടെങ്കിലും മീൻകറി ആയാലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരയ്ക്കും. ഓക്കെ, ബൈ ബൈ.